ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ സ്റ്റിച്ചിങ് എളുപ്പമാക്കാൻ ഉപകരിക്കുന്ന കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് ടൈലേഴ്സ് മാർട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അങ്ങനെ കണ്ടിട്ട് വാങ്ങിയതാട്ടോ. ആലുവയിലാണ് ഇവരുടെ ഷോപ്പ് വരുന്നത്. പക്ഷെ ഇവർ വേൾഡ് വൈഡ് ആയിട്ട് ഓൺലൈൻ ഷിപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിൽ പോയിട്ട് നേരിട്ട് പർച്ചേസും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ദൂരമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഓൺലൈനായിട്ട് ഇതുപോലെ വാങ്ങിക്കുന്നത്. ഞാൻ നേരിട്ട് പോയിട്ട് വാങ്ങിക്കാറാണ് പതിവ്. പക്ഷെ നമ്മളെ ഷോപ്പിൽ കിട്ടാത്തൊക്കെ ഇവരുടെ ഷോപ്പിലുണ്ട്. അപ്പം കുറേ ആയിട്ട് ഇവരുടെ വീഡിയോസും റിവ്യൂസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു ഒന്ന് വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പിന്നെ ഇവരുടെ പാക്കിംഗ് ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. അത്യാവശ്യം നല്ല പാക്കിങ്ങോടെ കൂടിയാണ് കേട്ടോ അവർ സെൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഓരോന്നും ബബിൾ റാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഡിസ്റ്റൻസിൽ വരുന്ന കൊറിയറാണല്ലോ ആലുവയിൽ നിന്ന് മലപ്പുറത്തേക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും സേഫ്റ്റിയോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ ഐറ്റംസും ഇതുപോലെ തമ്മിൽ ഒരു ടാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അൺബോക്സ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു, എന്നാലും നമ്മുടെ സാധനങ്ങളൊക്കെ സേഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അൺബോക്സ് ചെയ്തെടുക്കുന്നത് മാഗ്നറ്റിക് ബോബിൻ ഹോൾഡറാണ്. ഞാനിത് കുറേ ആയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് പേരൊക്കെ ഇത് വാങ്ങിയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. നമ്മുടെ ബോബിൻ ഉണ്ടല്ലോ, അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതിന് പകരം ഇതിൽ ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഇതുപോലെയാണ് വെക്കേണ്ടത്. ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് 270, 265 ഇതുപോലെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വെറും 120 രൂപയ്ക്കാണ് കേട്ടോ. ക്വാളിറ്റിയൊക്കെ സെയിം ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു പിക്ചറിൽ ഇതിൻ്റെ കൂടെ കുറേ ബോബിൻസും അതുപോലെ തന്നെ ത്രെഡ് കട്ടറൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതിൻ്റെ കൂടെ വരുന്നില്ല കേട്ടോ. ഈ ഒരു ഹോൾഡറിന് മാത്രമാണ് 120 രൂപ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ബോബിനും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണം, ഇതിൻ്റെ കൂടെ വരുന്നതല്ല. ബോബിൻ ഞാനൊരു 10 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിന് 6 രൂപ വെച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ഹീറ്റ് ഇറേസിബിൾ ചോക്കാണ്. ഇത് നമ്മുടെ സാധാ ചോക്കിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഹീറ്റോ അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ചൊക്കെ നമുക്ക് മായ്ച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് അവരുടെ പേജിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അവരുടെ റീൽസിലൊക്കെ കുറേ വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് മായ്ഞ്ഞു പോകുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഇത് ഹീറ്റ് ഇറേസിബിൾ ചോക്ക്, വാനിഷിങ് ചോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല പാക്കിങ്ങിൽ തന്നെ അവർ സെൻഡ് ചെയ്തിട്ടുള്ളത്. ചോക്കൊക്കെ ഒന്നും പൊട്ടിപ്പോവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാൻഡ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ആണ്. അതുപോലെ തന്നെ ഇതിലൊക്കെ ഫുള്ള് ചൈനീസ് ലാംഗ്വേജാണ് എഴുതിയിട്ടുള്ളത്. ഫുൾ ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് കേട്ടോ അവരുടെ. അപ്പോൾ ഇത്രയും ചോക്കുകൾ അതിലുണ്ടായിരുന്നു. പ്രൈസ് വന്നിട്ടുള്ളത് 140 രൂപയാണ്. ഇതൊക്കെ ഞാൻ ഇനി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. യൂസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്നിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ഇൻവിസിബിൾ സിബാണ്. ഇത് ഞാൻ അവരുടെ പേജിൽ കയറി നോക്കുമ്പോൾ കുറേ അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അധികം കളേഴ്സും അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഏതായാലും വാങ്ങുന്ന കൂട്ടത്തിൽ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ 10 കളറാണ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നത് തന്നെ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഒന്നിന് 5 രൂപയാണ്. ഇവിടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്നിന് 10 രൂപ കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പം നമുക്ക് നല്ല പകുതി റേറ്റിന് കിട്ടുന്നുണ്ടല്ലോ. പുറത്ത് ഷോപ്പിനേക്കാളും നോക്കുമ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഇവർ ഹോൾസെയിലായിട്ടും റീറ്റെയിൽഡായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസാണ്. അതുപോലെ തന്നെ ഇവരുടെ കസ്റ്റമർ കെയറും നല്ല സപ്പോർട്ടീവായിരുന്നു. ഓരോ ഐറ്റംസോ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഓരോ ഐറ്റംസും ഇന്നതല്ല ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് പിന്നെ പാക്കിങ്ങിൻ്റെ സമയത്തും നമുക്ക് ഇന്നതല്ല എന്നൊക്കെ ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അതിലൊന്നും നമുക്ക് പേടിക്കാനില്ല. അടുത്തതായി വന്നിട്ടുള്ളത് ലൂപ്പ് ടേണറാണ്. ഇത് നമ്മുടെ ഡോറി മേക്കിംഗ് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഞാനിത് കുറേ ആയിട്ട് അവരുടെ പേജിൽ നിന്ന് കാണുന്നു. അപ്പോൾ ഇത് വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഹുക്ക്ഡ് നീഡിൽ എന്നാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ടുള്ള ഓരോ വീഡിയോസും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 121, 136 ഈ ഒരു റേറ്റിലാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ വാങ്ങിയിട്ടുള്ളത് വെറും 45 രൂപയ്ക്കാണ്. പ്രൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു.
ലാസ്റ്റായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സോൾഡറിങ് അയൺ ആണ് കേട്ടോ. നമ്മൾ ഈ ആപ്ലിക് വർക്കൊക്കെ ചെയ്യാനായിട്ട് അതുപോലെ കട്ട് വർക്കൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഫാബ്രിക് ചൂടാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കൂലേ, ആ ഒരു മെഷീനാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴി തന്നെ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് ഒരു നീഡിലായാലും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ 5 നീഡിൽസ് വരുന്നുണ്ട്. പക്ഷെ അന്ന് വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ടുള്ളൊരു നീഡിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം അത്ര പെർഫെക്ഷനൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ കൂടെ 5 നീഡിൽസ് വരുന്നുണ്ട്. തിന്നായിട്ടുള്ള നീഡിൽസ് കൊണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 350 രൂപ പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബോബിൻ ഹോൾഡറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ഇതിൽ കുറേ ഹോൾസുകൾ വരുന്നുണ്ട്. അതുപോലെ ബാക്ക് സൈഡിൽ മാഗ്നറ്റിക് ആണ് വരുന്നത്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഫിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ 3 ഹോൾഡർ കേസാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ലൈനിലാണ് നമ്മളിതുപോലെ ഇതിനിട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മളിത് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നതിന് പകരം ഇതിലിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ത്രെഡിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് എടുക്കാനും എളുപ്പമാണ്. ആവശ്യം കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് തിരിച്ച് വെക്കാനും ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ബോബിൻ ഹോൾഡർ. ഒരു ലൈനിൽ 5 ബോബിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 15 ബോബിൻസ് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. മുകളിലും ഇതുപോലെ കുറച്ച് ഹോൾസ് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ത്രെഡ് കട്ടറും അതുപോലെ തന്നെ നമ്മൾ മെഷീനായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഹോൾസ് ആയതുകൊണ്ട് തന്നെ അധികം സാധനങ്ങളൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, എന്നാലും കുറച്ചൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. ഈ ഒരൊറ്റ കളറിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി വേറെ ഏതെങ്കിലും കളറുകളിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിപ്പം പല സ്ഥലത്തും കണ്ടിട്ടുള്ളത് ഈ ഒരൊറ്റ കളറിൽ മാത്രമാണ്. അപ്പം ഞാനിത് പ്രതീക്ഷിച്ചത് കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ഒരു ബോബിൻ ഹോൾഡർ ആയിരുന്നു. പക്ഷേ അത്ര വലിപ്പമൊന്നുമില്ല, ചെറുതായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ബോബിൻ ഹോൾഡറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ മാഗ്നറ്റിക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്യൂയിങ് മെഷീനിലും ഇത് ഘടിപ്പിക്കാം കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് വേണ്ട സ്ഥലത്തേക്കൊക്കെ ഇതിനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാനും ഈസിയാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് വലുതാണെന്നൊക്കെ പിക്ചറിൽ കാണുമ്പോൾ തോന്നും കേട്ടോ. പക്ഷേ അത്ര വലിപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ സ്യൂയിങ് മെഷീനിൽ ഇത് മാഗ്നറ്റിക് ഉള്ളത് കൊണ്ട് തന്നെ സ്യൂയിങ് മെഷീൻ്റെ മുകളിലും ഇതിനെ വെക്കാനും പറ്റും കേട്ടോ. പക്ഷേ എൻ്റെ സ്യൂയിങ് മെഷീന് ഇരുമ്പിൻ്റെ ബോഡി അല്ലാത്തത് കൊണ്ട് അതിലങ്ങനെ ഗാന്ധം പിടിക്കുന്നില്ല കേട്ടോ. ഇരുമ്പിൻ്റെ സ്യൂയിങ് മെഷീനൊക്കെ ആകുമ്പം ഈ ഒരു ഗാന്ധം അതിൽ പിടിച്ചിട്ട് നല്ല ടൈറ്റിൽ അവിടെ നിന്നോളും. പക്ഷെ ഇതെന്നാലും നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ഈ ഇരുമ്പിൻ്റെ മുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാ നല്ല അവിടെ ഒട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വെക്കാമെന്നുള്ളൂ. ഈ ഒരു മെഷീൻ്റെ ബോഡി വന്നിട്ടുള്ളത് അയൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലങ്ങനെ അങ്ങ് ഒട്ടി പിടിക്കുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.